പടം കൊള്ളാം ബ്രോ, നല്ല പടമാണ്, നല്ല രസം. എടുത്ത് പറയാൻ ആക്ഷൻ സീക്വൻസ് നല്ല രസമുണ്ട് കാണാൻ, നല്ല നന്നായിട്ടുണ്ട്. ആക്ഷൻ സീക്വൻസ് എല്ലാം നല്ല കോറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ദുൽഖറിൻ്റെ ആ ഒരു അപ്പിയറൻസ് ഒക്കെ നല്ല രീതിയിൽ നമുക്ക് എടുത്തു കാണിക്കുന്ന ആക്ഷൻ സീക്വൻസ് ആണ്. കൊള്ളാം, നല്ല രസം. എൻ്റെ അടുത്ത് കുഴപ്പമില്ല, പടത്തിൻ്റെ മിക്സ് അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പടം നല്ല വയലൻസ് ഇത്തിരി കൂടുതലാണ്, പിന്നെ ഡ്യൂറേഷൻ കുറച്ച് കൂടുതലായി. പടം കൊള്ളാം, നല്ല മാസാണ്. ദുൽഖറൊക്കെ നല്ല മാസ്, രോമാഞ്ചം. ബാക്ക്ഗ്രൗണ്ട് ഒന്നും പറയാനില്ല, സൂപ്പറാണ്. ഹൈപ്പിനിട്ട് ഒന്നും വന്നിട്ടില്ല പടം. പൈസ നഷ്ടം, സമയനഷ്ടം. ശരിക്കും പറഞ്ഞാൽ പക്ക ഒരു ഗ്യാങ്സ്റ്റർ മൂവി. അതായത് സെക്കൻഡ് ഷോ സിനിമയൊക്കെ ഇറങ്ങിയ ആ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് പൊതുവെ ഈ പടം ഇഷ്ടപ്പെടും. BGM ആണെങ്കിലും ദുൽഖർ സൽമാൻ്റെ സ്റ്റൈലൊക്കെ ആണെങ്കിലും എല്ലാം പൊളിച്ചിട്ടുണ്ട്. BGM സ്കോർ പ്രത്യേകിച്ച് അടിപൊളിയായിട്ടുണ്ട്. മൊത്തത്തിലൊരു ഗ്യാങ്സ്റ്റർ പടം, ആ ഒരു മോഡാണ്. ചെറിയ ലാഗ് നടുക്കുണ്ടായിരുന്നു, പക്ഷെ സെറ്റായിരുന്നു പടം, അടിപൊളി പടം. ഗുഡ് മൂവി. ദുൽഖർ വാസ് ലൈക്ക് ഒരു നമ്മുടെ മമ്മൂട്ടി, പഴയ ഒരു മമ്മൂട്ടിയുടെ ഒരു പ്രതിച്ഛായയൊക്കെ തോന്നിക്കുന്ന ഒരു മൂവി. ആൻഡ് നത്തിങ് മോർ. കൂടുതൽ സംവിധാനത്തിനെ പറ്റി ഇറ്റ്സ് ലൈക്ക് എ നോർമൽ മൂവി. ഭയങ്കര സസ്പെൻസോ അങ്ങനെയൊന്നും തോന്നാത്ത ഒരു മൂവി, ആവറേജ് മൂവി. നല്ല മൂവിയായിരുന്നു. ദുൽഖർ അടിപൊളിയായിരുന്നു. കിങ് ഓഫ് ഒത്തല്ലേ, ഒരു ഡയലോഗ് മാത്രം പറഞ്ഞിട്ട് പോ. വി ഓൾ റൺ അവേ, സോറി പാസ്റ്റ് ടെൻസ്, വി ഓൾ റാൻ അവേ. അത്രേ ഉള്ളൂ പടം. പടമൊന്നുമില്ല, ഹൈപ്പ് നമ്മൾ കുറെ പ്രതീക്ഷിച്ച്, അത്ര ഒന്നും വന്നിട്ടില്ല. ദുൽഖറിന്റെ മാസ് പടം കാണാൻ വേണ്ടി വന്നേ, പക്ഷേ വലിയ മാസമൊന്നും ഇല്ലായിരുന്നു. ജാക്സ് ബിജോയുടെ BGM മാത്രം കൊള്ളാം. ദുൽഖറിനെ കൊണ്ട് പറ്റും, പക്ഷേ ഡയറക്റ്റ് ചെയ്തിരിക്കണത് ഒരു എന്തുവാ പറയണ്ട, തുടക്കം തന്നെ ഒരു സീരിയൽ കാണാൻ കയറിയിരിക്കണ ഒരു വൈബില ഡയറക്റ്റ് ചെയ്ത് വെച്ചേക്കണത്. ഹൈപ്പ് വളരെ കൂടി പോയി. ഹൈപ്പിനകത്ത് റീച്ച് ആവാത്തതുകൊണ്ട് ഭയങ്കര ഡിസാറ്റിസ്ഫാക്ഷൻ ആണ്. സൂപ്പർ പടം, മാസ് പടം, ഡോൺ ആയിട്ടുള്ള ഒരു അണ്ടർവേൾഡ് ഡോൺ ആയിട്ടുള്ള. ദുൽഖറിന്റെ മാസ് ആക്ഷൻ തന്നെ പൊളിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫും കൊള്ളാം, സെക്കൻഡ് ഹാഫ് ഉള്ള അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. അടിപൊളിയായിരുന്നു, മാസാണ്. നല്ല ഇഷ്ടപ്പെട്ടു. മാസ് എൻട്രിയും എല്ലാം അടിപൊളിയായിരുന്നു. BGM പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട് ഓരോ സീനിന്റെ BGM അടിപൊളിയായിരുന്നു. ഓരോ BGM പ്രതീക്ഷിച്ചില്ലായിരുന്നു, കൊള്ളായിരുന്നു. മ്യൂസിക് കൊള്ളായിരുന്നു. ടെസ്റ്റും ഒരു പ്രതീക്ഷിക്കാത്തായിരുന്നു. കൊള്ളായിരുന്നു. ക്ലൈമാക്സ് അടിപൊളിയായിരുന്നു. മസ്റ്റ് വാച്ച്, തിയേറ്ററിൽ ഒന്ന് കാണാനുള്ള പണം മുടക്കിയാലും കൊള്ളായിരുന്നു. വെരി മാസ് പടമായിരുന്നു. ദുൽഖറിൻ്റെ ആക്ഷൻ ത്രില്ലർ ത്രൂ ഔട്ട് സൂപ്പറായിരുന്നു. പിന്നെ വില്ലനായിട്ടുള്ള ആളുടെ എല്ലാ ഹീറോസും പൊളിയായിരുന്നു. പിന്നെ ഓൾമോസ്റ്റ് ഒരു നല്ല ആക്ഷൻ ത്രില്ലർ, വയലൻസ് എല്ലാം കൂടെ ചേർത്തൊരു കിടുവായിരുന്നു. പാട്ട് മേക്കിംഗ് ഒക്കെ സൂപ്പറായിരുന്നു. പിന്നെ ദുൽഖറിൻ്റെ ഓരോ പടം കഴിയുന്തോറും വെരി ബിൽഡപ്പ്, ഭയങ്കര എന്താ പറയുന്നത്, ആക്ഷനിലും പിന്നെ സ്റ്റണ്ടിങ്ങും എല്ലാം. പടത്തിനെ എങ്ങനെ വിലയിരുത്തുന്നു വെച്ചാൽ പടത്തിൻ്റെ ആ ഒരു ആക്ഷൻ, ബാക്ക്ഗ്രൗണ്ട്, മ്യൂസിക്, ക്രിയേറ്റിവിറ്റി എല്ലാം അടിപൊളിയായിരുന്നു. ഇനി കാണൂല, എന്തോ അങ്ങനെ ഒരു പടമായിരുന്നു. അത് OTT വരുമ്പോൾ എല്ലാവരും കണ്ടാൽ മതി, എനിക്ക് അത്ര കുറവുള്ളൂ. അതെ, ഹൈപ്പ്. സ്ക്രിപ്റ്റ് ഭയങ്കര ക്രിഞ്ചാണ്. എന്നാലും കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതൽ ഹൈപ്പിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. അല്ലാതെ കുഴപ്പമില്ല. ഇറ്റ് വാസ് ഓവറോൾ കുഴപ്പമില്ലാത്ത സിനിമയാണ്. ഇറ്റ്സ് ഫൈൻ.